നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കാറുണ്ടല്ലേ, ഈ ഒരു മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും ആ എണ്ണ തേക്കുന്നതുകൊണ്ട് ഒരു ഗുണം നമ്മുടെ തലയ്ക്കുണ്ടാവില്ല. മുടി കൊഴിച്ചിലിൻ്റെ കാരണം മനസ്സിലാക്കാണ്ടാണ് തേക്കുന്നതെങ്കിൽ ആ മുടി കൊഴിച്ചിലിൻ്റെ ഒരുവിധ മുടി കൊഴിച്ചിലിനൊക്കെ കാരണം ഈ എണ്ണ തേച്ചിട്ട് സുഖമാകുന്ന കാരണങ്ങളല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം മുടി കൊഴിച്ചിൽ എന്ന ഒരുപാട് കണ്ടീഷൻ്റെ ഒരു റിസൾട്ട്, ഒരു ലക്ഷണമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ ആ കണ്ടീഷനാണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഈ തലയിൽ എണ്ണ തേക്കാൻ. ഓഫ് കോഴ്സ് തലയിൽ എണ്ണ തേക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, ഞാൻ തന്നെ എണ്ണ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് ഈ മുടി കൊഴിച്ചിൽ വരുന്നു, ഈ മുടി കൊഴിച്ചിൽ വന്ന് ഈ കാരണങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കാറുണ്ടല്ലേ, ഈ ഒരു മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും ആ എണ്ണ തേക്കുന്നതുകൊണ്ട് ഒരു ഗുണം നമ്മുടെ തലയ്ക്കുണ്ടാവില്ല. മുടി കൊഴിച്ചിലിൻ്റെ കാരണം മനസ്സിലാക്കാണ്ടാണ് തേക്കുന്നതെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ കാരണം, അധിക സ്ത്രീകളിലെയും മുടി കൊഴിച്ചിലിൻ്റെ കാരണം ഇങ്ങനെ കെട്ടുകെട്ടിന് പോരുന്നു. അതിന് കാരണം അനീമിയാണ്, ബ്ലഡ് കുറവ്. HB ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 10 താഴെ, 8, 7 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഭയങ്കര ക്ഷീണമാണെന്നുണ്ടെങ്കിൽ, കണ്ണൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിളർച്ച, മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ചുവപ്പുണ്ടല്ലോ സാധാരണ മനുഷ്യന് ഉണ്ടാവുന്ന ആ ഒരു ചുവപ്പ് നിറമില്ല, വിരലൊക്കെ നോക്കുമ്പോൾ വെള്ള നിറത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം വേറൊന്നും തേടി പോകണ്ട, ബ്ലഡ് കുറവ് തന്നെയാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക, ബ്ലഡ് CBC ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് HB അറിയാൻ പറ്റും, MCVയും കൂടെ നോക്കുക. അപ്പോൾ അതിൽ അയണിൻ്റെ കുറവാണോ എന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം MCV എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും ഈ CBC ചെയ്യുമ്പോൾ. അതിൽ MCVയിൽ അത് നല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ അയണിൻ്റെ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ അയണിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ അയണുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കണം. നമ്മൾ ഈത്തപ്പഴം, മുത്താറി ഉണ്ടല്ലോ, രാഗി ഒരുപാട് കഴിക്കുക. അങ്ങനെ അയൺ നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് കയറുമ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി കുറയും, അനീമിയ റെഡിയാവും, ബ്ലഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കുറയും എന്നുള്ളതാണ്. അതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ അനീമിയ, ബ്ലഡ് കുറവുണ്ടോ എന്ന് നോക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, ഇന്നത്തെ നമ്മളെ കണ്ടീഷനിൽ അധികം ആളുകളും വർക്ക് ചെയ്യുന്നതും നിൽക്കുന്നതും ഒക്കെ ഇൻഡോറായിട്ടാണ്. അതായത് ഞാനടക്കം വെയിൽ കൊള്ളാറില്ല. വെയിൽ കൊള്ളൽ വളരെ കുറവായിരിക്കും, നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഇനി കൊള്ളുകയാണെങ്കിൽ തന്നെ ആ രാവിലെ കോളേജിൽ ഒന്ന് പോകുന്ന സമയം, അതല്ലെങ്കിൽ ജോലിക്കൊന്ന് പോകുന്ന സമയം, 10 മണിൻ്റെ മുന്നുള്ള സമയം, വൈകുന്നേരം ഇളം വെയിൽ, അതൊക്കെ ഒരു കൊള്ളുക. പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല, വൈറ്റമിൻ D കിട്ടൂല. അതാണ് രണ്ടാമത്തെ വിഷയം. വൈറ്റമിൻ D കുറവാണ് ഈ മുടി കൊഴിച്ചിൻ്റെ രണ്ടാമത്തെ കാരണം. അപ്പോൾ ഈ വൈറ്റമിൻ D കൂടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ ആ നട്ടുച്ചക്കുള്ള വെയിൽ, 10 മണിൻ്റെയും 3 മണിൻ്റെയും ഇടയിലുള്ള വെയിൽ ഒരു ദിവസം ഒരു 10 മിനിറ്റ് കൊണ്ടാൽ മതി, ആവശ്യമുള്ള വൈറ്റമിൻ D നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ Dൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി നിങ്ങളെ പ്രശ്നം വൈറ്റമിൻ D തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. മെയിനായിട്ട് ലക്ഷണം ഉണ്ടാവുക ഈ മുടി കൊഴിച്ചിലിൻ്റെ കൂടെ പുറം വേദന വരും, മസിലുകൾക്കൊക്കെ വേദന, വെറുതെ ഇങ്ങനെ മേജർ മസിലുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് കടച്ചിൽ വേദന, അതുപോലെ പുറം വേദന ഞാൻ പറഞ്ഞു, പിന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും പറഞ്ഞു, കണ്ണിന് തുള്ളലുണ്ടാവും, ഇങ്ങനെ തുള്ളുക, ഒരു ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കരച്ചിലൊക്കെ വന്നിരിക്കുന്ന അവസ്ഥ. എന്തിനാ ഞാൻ കരയണമെന്ന് അറിയില്ല, ആദ്യം കരച്ചിലാണ് വരിക, എന്നിട്ട് എന്തിനാ കരയണമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക, കാരണം ആലോചിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് ഈ വൈറ്റമിൻ D കുറഞ്ഞുണ്ടാവുക. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വൈറ്റമിൻ D ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സപ്ലിമെൻറ്റ്സ് കറക്റ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് കഴിച്ചാൽ മതി. ആ വൈറ്റമിൻ D ശരിയാകുമ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ട് റെഡി ആവാറുണ്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വൈറ്റമിൻ D നോക്കുമ്പോൾ ഒരു 20ൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ തന്നെ, ഒരു 30ന് താഴെ ആണെങ്കിൽ തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുത്തോളൂ. കാരണം ഒരു 50 റേഞ്ചിലൊക്കെ വൈറ്റമിൻ D നിർത്തുന്നത് സേഫാണ്. ഇതിൻ്റെ കറക്റ്റ് അളവുണ്ടല്ലോ, ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 30 ബിലോ ആണ് ഡെഫിഷ്യൻസി എന്ന് പറയുമെങ്കിലും ഒരു 50 ലെവലിലൊക്കെ നിർത്തുമ്പോഴേ നമുക്ക് ശരിക്ക് അതൊരു എഫക്റ്റീവായിട്ട് ഈ വൈറ്റമിൻ D മാറാറുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലെവൽ ഇപ്പോഴും ഒരു വേഗമാണ്, മീൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വൈറ്റമിൻ Dൻ്റെ വിഷയം. അപ്പോൾ അതാണ് രണ്ടാമത്തത്.
ഇനി അടുത്തത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് പീരിയഡ്സ് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്. പീരിയഡ്സിന് ഒരു റെഗുലാരിറ്റി ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചില മാസങ്ങളിൽ മിസ്സാവുന്നുണ്ട്. പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കര വേദനയും ബ്ലീഡിങ്ങുമാണ്. പിന്നെ മുടി കൊഴിച്ചിലിൻ്റെ കൂടെ തന്നെ ഭയങ്കര ടെൻഷൻ, വെറുതെ മൂഡ് സ്വിങ്സ്, ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യം പിടിക്കുന്നു, അതുപോലെ പെട്ടെന്ന് സങ്കടം വരുന്നു, നേരത്തെ വൈറ്റമിൻ ഡിൻ്റെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ PMOS, നമ്മൾ പണ്ട് PCOD എന്ന് പറഞ്ഞിരുന്ന വിഷയം, അതിപ്പോൾ PMOS എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ PMOS ആണ്, PCOD ആണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവുക അധിക കേസിലും. അപ്പോൾ തടിയൊക്കെ കൂടി വരും. ഈ PCODൻ്റെ വിഷയത്തിൽ തടിയൊക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ ആ PCOD നമ്മൾ ശരിയാക്കാണ്ട് അതിന് വേണ്ടി നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക, ചോറ് കുറക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക. ഇനി മെഡിസിൻ ആവശ്യമുള്ള വിഷയങ്ങളാണ് ഈ മെഡിസിൻ കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ച് PCOD റെഡിയാക്കുക എന്നുള്ളതാണ് മുടി കൊഴിച്ചിൽ മാറാനുള്ള വഴി കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കുക. അടുത്തൊന്ന് വരുന്നതാണ് ഈ PCOD പറഞ്ഞു, വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞാൽ തൈറോയിഡാണ്. തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ഈ ഒരു പ്രശ്നം വരിക. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരം മൊത്തം ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, തടി നല്ല കൂടി വരും. വളരെ ചുരുക്കം ആളുകളിലെ തടി കൂടാതിരിക്കുള്ളൂ. തൈറോയിഡ് ഉണ്ടെങ്കിൽ നല്ല തടി കൂടും. നമ്മൾ എന്ത് ചെയ്യും, തൊടുമ്പോഴേക്ക് ഭക്ഷണം ചെറുതായിട്ടൊന്ന് കൂടി കഴിഞ്ഞാൽ തടി കൊണ്ട് വീർത്ത് വരും. ഈ ഒരവസ്ഥ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഭയങ്കര മടി, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചില ആളുകൾക്ക് ഇവിടെ വീക്കം വരും. തൈറോയിഡിന് വീക്കം വരുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീക്കം വരുന്നുണ്ടോ നമ്മൾ നോക്കണം. ഈ ഭാഗത്ത് ഒന്നിങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് പിടിച്ചിട്ട് ഒന്ന് ഉമിനീരിറക്കുക. ഇങ്ങനെ ഇറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങും. ഒരു മാസം ഇങ്ങനെ ഒരു ചെറിയൊരു മാസം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് തൈറോയ്ഡ് ബുദ്ധിമുട്ടുണ്ട്. പോയി തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. TFT എന്ന് പറയാം, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വേഗം പോയി ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. പിന്നെ സിങ്ക് ഡെഫിഷ്യൻസിനെ കൊണ്ടുവരാറുണ്ട് ചില ആളുകൾക്ക്. വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ വരും, ബ്ലഡ് കുറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ഓയിലുകൾ വാങ്ങി തേക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതല്ലാതെ വെറും ഓയിലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തു ഇതിനൊന്നും മൈൻഡാക്കിയില്ലെങ്കിൽ ആ ഓയിൽ വാങ്ങുന്ന പൈസ അങ്ങനെ പോകുന്നല്ലാണ്ട് ഇതിന് മാറ്റം കിട്ടില്ല കേട്ടോ. ഈ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വിട്ടുപോകാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ ഒരു 15 വയസ്സാകുമ്പോൾ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയൊക്കെ ആണെങ്കിലും, പെൺകുട്ടികൾക്കാണെങ്കിൽ പീരിയഡ്സ് ആയി, ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 15 വയസ്സൊക്കെ ആയാൽ മുടി ഇങ്ങനെ കുറച്ച് കൊഴിയിൽ തുടങ്ങും. കാരണം ഈ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് ആകെ പാനിക്കാവും. എന്താണിത്, എന്താ മുടി കൊഴിച്ചിൽ വന്നോ, എൻ്റെ മുടിയൊക്കെ ആകെ കൊഴിഞ്ഞു പോവാണോ, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാൻ വരട്ടെ. ഈ മുടി എത്ര ഒരു ദിവസം കൊഴിയുന്നതാണ് നോർമൽ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 50 മുതൽ 100 വരെ മുടി കൊഴിഞ്ഞു പോകുക എന്നുള്ളത് വളരെ നോർമലാണ്. അതിലധികം ഉണ്ടെങ്കിലാണ് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എങ്ങനെ പൊഞ്ഞു മുടി ഇങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞ് ഒന്നൊന്ന് എണ്ണ വെക്കാൻ പറ്റുമോ? 1, 2, 3 പറഞ്ഞിട്ട് അങ്ങനെയല്ല. നമ്മൾ ഒരു ഏകദേശ കണക്കെടുക്കുക. ഒന്ന് മുടി ഇങ്ങനെ വാർന്നെടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ കൊഴിക്കുന്ന പരിപാടിയല്ല കേട്ടോ. നമ്മൾ തലയണൻ്റെ പുറത്ത് കുറേ കാണുന്നുണ്ട്, റൂമിലൊക്കെ ഒരുപാട് മുടി കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നോക്കുമ്പോൾ ഒരു 100 മുടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുടി കൊഴിച്ചിലാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതിലുണ്ടോ എന്നുള്ളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ നോർമലി ഈ ഒരു പ്യൂബർട്ടി സമയത്ത് മുടി കൊഴിയുക എന്നുള്ളത് നോർമലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ ഭക്ഷണങ്ങൾ ഒന്ന് ആ സമയത്ത് കൂട്ടി കൊടുക്കുക. കാരണം ഒരു ന്യൂട്രീഷൻ, നമ്മളെ ഈ ഹെയർ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൊളാജൻ വേണം, അതേപോലെ നല്ല ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് വേണം. നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് സർക്കുലേഷന് പ്രശ്നം വന്നാൽ ആദ്യം മുടി കൊഴിച്ചിലാണ് വരിക. നമ്മൾ ഇത് പറയാറുണ്ട്, നമ്മൾ കാലിൻ്റെ തള്ളവിരലിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് രോമങ്ങളുണ്ടാവും. ഈ രോമങ്ങളുണ്ടെങ്കിൽ അവരെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ഹെൽത്തിയാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നം വരികയാണ്, ഈ രക്തക്കൊലകൾക്ക് ചെറിയ ബ്ലോക്കൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ആ മുടികളൊക്കെ കൊഴിഞ്ഞു പോകും. ഈ ഷുഗറുള്ള ആളെ കാലിലൊക്കെ കണ്ടിട്ടില്ലേ, മുടിയൊന്നും ഉണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ കാലിൻ്റെ തള്ളവിരലുമുള്ള മുടി കൊഴിഞ്ഞു പോകുന്നു. അതേപോലെ നമ്മുടെ തലയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള കുറച്ച് ഫുഡുകൾ, അതിൻ്റെ മുടിൻ്റെ നല്ല കട്ടിക്ക് വളരാനുള്ള, ആ ഹെയർ ഫോളിക്കിൾസിന് നല്ല സ്ട്രോങ് കിട്ടാനുള്ള ഫുഡുകൾ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഭക്ഷണം നല്ല മീൻ കഴിച്ചു കൊടുക്കുക. മത്തി, നത്തോലി തുടങ്ങിയിട്ടുള്ള എണ്ണയുള്ള മത്സ്യങ്ങൾ
കേട്ടോ. അത് നന്നായിട്ട് കഴിക്കുക. അത് പൊരിച്ചിട്ടല്ല കഴിക്കേണ്ടത്, കറി വെച്ച് കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഒമേഗ 3 നമുക്ക് നന്നായിട്ട് കിട്ടും. ഒമേഗ 3 കിട്ടുമ്പോൾ പ്രത്യേകത ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ ഈ നീർക്കെട്ടൊക്കെ ശരീരത്തിൽ പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടും എന്നുള്ളതാണ്. പിന്നെ വൈറ്റമിൻ സിയും അതുപോലെ കൊളാജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെല്ലിക്കയും അതേപോലെ പേരക്കയും കഴിക്കുക. നല്ല പേരക്ക ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് കഴിച്ചോളൂ. രാത്രി ഒന്നും കഴിക്കുക. രാത്രി വേണ്ട, ഒരു ഉച്ച സമയത്ത് കഴിച്ചാൽ മതി. രാത്രി കഴിക്കുന്ന ചില ആളുകൾക്ക് ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ ഉച്ച സമയത്ത് ഒരു പേരക്ക വെച്ച് കഴിക്കുക. അപ്പോൾ ഈ സാധനം കിട്ടും, വൈറ്റമിൻ സി. നമുക്ക് വൈറ്റമിൻ സി ഒക്കെ നല്ല സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് രണ്ടെണ്ണമായോ? രണ്ടെണ്ണമല്ല, മൂന്നെണ്ണമായില്ലേ. പിന്നെ നമ്മൾ ബ്ലഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് മുത്താറിയാണ്. മുത്താറി എന്ന് പറഞ്ഞാൽ രാഗി നന്നായിട്ട് വിരകിയിട്ട് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ മുട്ട കഴിക്കണം. കാരണം ഈ സമയത്ത് നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒരുപാട് വരാറുണ്ട്. ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മുട്ട ദിവസം ഒന്ന് കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഫുഡുള്ളത് ചീരയാണ്. നമ്മൾ കുടലിൻ്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് കുറയാൻ, ശരീരത്തിൽ മൊത്തത്തിലൊരു വെൽനെസ് ഉണ്ടാവുക എന്ന് പറയുന്നതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫൈബറുള്ള ഭക്ഷണങ്ങൾ, അത് പെട്ടതാണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈബറുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുടലിലെ നല്ല ബാക്ടീരിയക്ക് നല്ല ഭക്ഷണമായിട്ട് വരുന്ന സാധനമാണ് ഈ ചീരയിലുള്ള ഫൈബർ. അപ്പോൾ കുടലിലെ ബാക്ടീരിയകൾ നന്നായിട്ട് വളരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ശരീരത്തിന് നല്ല ഒരു ഉണർവ് വരും. അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ നന്നായിട്ട് കുറയും, ഇൻഫ്ലമേഷൻസ് നന്നായിട്ട് പോവും. അപ്പോൾ ഇതിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മുട്ട, ചീര, മുത്താറി, പേരക്ക, നെല്ലിക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ട് കഴിച്ചു കൊടുക്കുക. മധുരം കുറയ്ക്കുക, കട്ട മധുരങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ ചോറൊന്നും ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ചോറ് കുറച്ചിട്ട് കട്ട മധുരങ്ങൾ, അതായത് ജിലേബി, ലഡു, മിഠായി, ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെറുപ്രായത്തിൽ 15 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്തുണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മുടി കൊഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല റിസൾട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.